എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ സൺഡേ റാന്നിക്കടുത്തുള്ള കേരള റീജിയൻ്റെ മെത്താനത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ അകത്ത്, അതായത് ആ സഭയ്ക്കകത്ത്, സഭ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ആ കൂട്ടായ്മയുടെ അകത്ത് ഭയങ്കര അടിയായിരുന്നു. അടിയെന്ന് വെച്ചാൽ സാധാരണ അടിയല്ല, മുണ്ട് പറിച്ചടി, അവസാനം ബൈബിള് വെച്ചടി, കസേര എടുത്തടി തുടങ്ങിയ സകല കലാപരിപാടികളും അവിടെ അരങ്ങേറി. അതിനുശേഷം അവിടെ ഒരു വെട്ടും നടന്നു. എന്ന് വെച്ചാൽ ഒരു വെട്ട് അവിടെ നടന്നു. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി വെട്ടി. ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് അവിടെ നടന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കാണുവാനായിട്ടിടയായി. അപ്പോൾ ആ വീഡിയോ കാണുവാനായിട്ടിടയായപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഈ അടികൂടിയ ടീമുകൾക്കെല്ലാം ഒന്നെങ്കിൽ പ്രായമുള്ളത്, മറ്റത് അടുത്ത ടീമെന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര വണ്ണമാണ്. എന്നിട്ട് ഇവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റണില്ല. അങ്ങനത്തെ ടീമുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര അടിയാണ്. പെണ്ണുങ്ങളും അങ്ങോട്ട് അടിയാം. ഇത്രയും നാൾ നമ്മൾ ആണുങ്ങൾ തമ്മിൽ അടികൂടുന്നതിലെ പെന്തക്കോസ്ത് സഭകളിൽ, നമ്മുടെ കുമ്പനാട്ട് IPC-യിലൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇവിടെ പെണ്ണുങ്ങൾ അടിയാണ്. എന്ന് വെച്ചാൽ ഒരു അമ്മച്ചീനെ, ഈ അമ്മച്ചിയുടെ അപ്പച്ചനെ മുണ്ട് പറിച്ചടിക്കാൻ അമ്മച്ചിയുടെ അപ്പച്ചനിട്ട് കിട്ടി, അപ്പച്ചനും തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ അപ്പച്ചനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മച്ചി ചെന്നതാണ്. അമ്മച്ചി അപ്പച്ചനെ അടിക്കുന്നതിൻ്റെ തടസ്സം പിടിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. ആ ചെന്ന കൂട്ടത്തിൽ ഈ അമ്മച്ചി തടസ്സം പിടിക്കാൻ ചെന്നത് കൊണ്ട് തൻ്റെ ഭർത്താവായ ഒരു മനുഷ്യൻ, ആ പുള്ളിയാണ് ഭയങ്കര വണ്ണമുള്ളൊരു മനുഷ്യനാണ്, ആ മനുഷ്യൻ കിടന്നുകൊണ്ട് ആണ് ഈ അപ്പച്ചനായിട്ട് അടി കൊടുക്കുന്നത്. അപ്പോൾ ഈ അടി കൊടുക്കുന്നവൻ്റെ ഭാര്യയായിട്ടുള്ള ഭയങ്കര തടിയുള്ളൊരു സ്ത്രീ, ഇതിൻ്റെ തമ്പനയിൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീയാണ് ഈ അമ്മച്ചിനെ പിടിച്ചിട്ട് അടിച്ച് അമ്മച്ചിയുടെ തലക്കെട്ടൊക്കെ കൊടുത്തു. അവസാനം അമ്മച്ചിക്ക് ഗത്യന്തരമില്ലാതെ അമ്മച്ചി ബൈബിൾ വെച്ചിട്ട് തിരിച്ചടിച്ചു. ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അവിടെ നടന്നത്. അപ്പോൾ പെണ്ണുങ്ങളും എന്ത് ചെയ്തിരിക്കുകയാണ്? അടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെട്ട് നടന്നു സഭയ്ക്കകത്ത്. ഇനി സഭയല്ല കേട്ടോ, ഒരു പ്രസ്ഥാനം, ഒരു കൂട്ടായ്മ അതിനകത്ത് നടന്നിരിക്കുകയാണ്. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞുമോൻ, എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 5 or 6 വയസ്സുണ്ടാകും, ഒരു കുഞ്ഞുമോൻ. ആ കുഞ്ഞുമോൻ അവിടെ കിടന്നുണ്ട്. അപ്പേ മതിയപ്പേ, വാ അപ്പേ, വാ അപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും അവിടെ കിടന്നുണ്ട് ഒരു കുഞ്ഞുമോൻ. ഓർക്കണമേ, നമ്മളൊക്കെ ഇന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ വഴിതെറ്റിപ്പോകുന്ന ഞങ്ങളുടെ തലമുറകളെ ഒന്ന് കൊണ്ടുവരണേ, ഒന്ന് മടക്കി കൊണ്ടുവരണേ. സഭകളിൽ നിന്ന് കൂട്ടക്കരച്ചില, ഞങ്ങളുടെ തലമുറകളെ ഒന്ന് മടക്കി കൊണ്ടുവരണേ, ഞങ്ങളുടെ തലമുറകൾ വഴിതെറ്റി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂട്ട നിലവിളിയാണ്. പാസ്റ്റർമാരും വിശ്വാസികളും അടക്കം കൂട്ട നിലവിളിയാണ്. ഈ തലമുറകൾ എന്ത് കണ്ടിട്ടാണ് നേരെയാകേണ്ടത്? ഈ കൂട്ടയടി കണ്ടിട്ടാ, ഈ മുണ്ട് പറിച്ചടി കണ്ടിട്ടാണ് തലമുറ നേരെയാകേണ്ടത്? ഈ പിള്ളേർക്ക് 5 or 6 വയസ്സുള്ള ആ കൊച്ചിന് ഇവരെ കഴിഞ്ഞ് വിവരം ഉണ്ടായിരുന്നു. ആ കൊച്ചു പറഞ്ഞ് മതിയപ്പേ, വാ അപ്പേ, വാ അപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്കകത്ത് നടന്ന പരിപാടിയാണ്. ഇനി ഞാൻ ഒട്ടും അറിയില്ലാത്തൊരു കാര്യം വിളിച്ചു പറയട്ടെ. ആ കൂട്ടായ്മയുടെ പാസ്റ്റർ ആയിരിക്കുന്ന, അതിൻ്റെ സെൻട്രൽ പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ പാസ്റ്റർ ആയിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ രാജിവെച്ചിട്ട് തൂമ്പാപ്പണി എടുക്കാൻ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. നിങ്ങളിനി ഒരിക്കലും ദൈവത്തിൻ്റെ വചനം പിടിച്ചുകൊണ്ട് ആ കൂട്ടായ്മയ്ക്കകത്ത് കയറരുത്. ആ സഭയിൽ ഒറ്റ ഒരെണ്ണം രക്ഷിക്കപ്പെട്ടതുണ്ടെന്ന് തോന്നുന്നില്ല. മര്യാദയ്ക്ക് രക്ഷിക്കപ്പെട്ട ഒറ്റ ഒരെണ്ണമില്ല. കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും. കുഞ്ഞുങ്ങൾ മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ. 1 or 2 പേര് മാത്രം ഒഴികെ ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും. മിക്ക എണ്ണത്തിലും ഭയങ്കര പ്രായമാണ്. അതിലൊരു തടിമാടനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നവൻ കുടിച്ചിട്ടാണ് അതിനകത്ത് കിടന്നുകൊണ്ട് അടി നടത്തുന്നതെന്ന് നമ്മൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. കാരണം ഇവന് പറയാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. മുണ്ട് പറഞ്ഞു പോയിട്ടും ആ മുണ്ട് ഉടുക്കാൻ വരെ ഇവർക്ക് പറ്റണില്ല. അത്രയും ആരോഗ്യം ക്ഷയിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവന്മാർ കിടന്നുകൊണ്ട് അടി ഉണ്ടാക്കുകയാണ്. ഇതുകൊണ്ടാണ് പണ്ടത്തെ നമ്മുടെ അപ്പച്ചമാരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കണം. ഇന്ന് നേരെ മറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല, കർത്താവെല്ലാം നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്തല്ലോ. എന്തിനാണെന്നറിയാം? ഫാസ്റ്റിങ്ങിന് 2 ഉപകാരമുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഏത് ജാതിയാണ്? ഈ പിശാച് നീങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഇനി രണ്ടാമത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയുമോ? ഈ ശരീരത്തിൻ്റെ കുറേ കൊഴുപ്പ് അങ്ങ് പോകും, ഈ പൊണ്ണത്തടിയൊക്കെ അങ്ങ് പോകും, കുറേ കൊഴുപ്പ് ഒഴിഞ്ഞു പോകും. അതിന് ഈ ഉപവാസം ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. കുഞ്ഞു മക്കളുള്ള സഭയിൽ കിടന്നുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്കകത്ത് കിടന്നുകൊണ്ട് അടി, അവസാനം വെട്ട് നടന്നിരിക്കുകയാണ്. കുമ്പനാട് വെട്ട് നടന്നില്ല. കുമ്പനാട് നമ്മൾക്ക് അവിടെ അടി മാത്രമേ നടന്നുള്ളൂ. അവിടെ അപ്പനും മകനും ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു അപ്പനും ഒരു മകനും കൂടിയാണ് കുമ്പനാട് നേതൃത്വം കൊടുക്കുന്നത് അടിക്ക്. ഇവിടെ അതുപോലെ തന്നെ കുറേ എണ്ണങ്ങൾ ഇറങ്ങി വന്നിരിക്കുക അടി കൂടാൻ വേണ്ടിയിട്ട്. ഇനി ആ വീഡിയോകളുടെയും പോസ്റ്റുകളുടെയും ഒക്കെ അടിയിൽ കിടന്നുകൊണ്ട് കുറേ പേര് അവിടെ ജാതി പറഞ്ഞിരിക്കുക.
അപ്പോൾ അവർ പറയുന്നത് ഇത് എന്താ ഇച്ചിരി അവിടെയുള്ള ആൾക്കാർക്ക് ഇച്ചിരി കളർ കുറവാണ്, ഇച്ചിരി കറുത്ത ആൾക്കാരാണ്. അപ്പം അതിന് വേറെ അവർ ഇന്ന ജാതിയിൽ നിന്ന് വന്നവരായിരിക്കുമെന്ന് ഒരു കൂട്ടർ പറഞ്ഞിരിക്കുക. ഇനി അവരോട് എനിക്ക് പറയാനുള്ളത്, കുമ്പനാട് ഏത് ജാതിയിൽ നിന്ന് വന്നവരാ? സവർണ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരൊക്കെ തന്നെയല്ലേ കുമ്പനാട് അടി കൂടിയത്? ആണ്. അപ്പോൾ ഈ അടി കൂടുന്നതിന് ജാതിയും മതമൊന്നുമില്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ട് ഈ അടി, എല്ലാ കൂട്ടരും ഉണ്ട് ഇതിനകത്ത് ഈ അടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയുവാനുള്ള ഇതിനകത്തെ മെയിൻ പോയിന്റ്, ആ പ്രസ്ഥാനം അടച്ചു പൂട്ടി പറഞ്ഞു വിടണം. കാരണം അതിനകത്തുള്ള ഒരൊറ്റ ഒരെണ്ണം മാനസാന്തരപ്പെട്ടതല്ല, മര്യാദയ്ക്ക് സ്നാനപ്പെട്ടതുമല്ല, ഒന്നാമത്തെ കാര്യം. ഇനി ആ കുഞ്ഞു മക്കൾ അവരെ എവിടെയെങ്കിലും നല്ല ഏതെങ്കിലും ഒരു ദൈവകൃപയുള്ള ദൈവദാസന്മാർ നടത്തുന്ന സഭയ്ക്കകത്ത് കൊണ്ടയാക്കിയിട്ട് അപ്പനും അമ്മയും പുറത്ത് നീക്കണം. കാരണം നിങ്ങൾ കയറരുത്, നിങ്ങളിലുള്ള സ്പിരിറ്റ് വീണ്ടും അതിനകത്തോട്ട് കയറും, ആ നല്ല സഭയ്ക്കകത്തോട്ട് കൂടെ കയറും. അതുകൊണ്ട് നിങ്ങൾ പുറത്ത് നിൽക്കണം, ആ പിള്ളേർ വളരട്ടെ, അതുങ്ങൾ നല്ല രീതിയിൽ വളരട്ടെ. ഇനി അടുത്തത്, ആ സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പാസ്റ്ററായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകുമല്ലോ, ആ വ്യക്തിയോടും അതിൻ്റെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന ആളോടും പറയുവാനുള്ളത്, നിർത്തിയിട്ട് ഇറങ്ങിപ്പോകും. കാരണം ഒരു സഭയെ പരിപാലിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പാസ്റ്റർമാരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സഭയുടെ അധ്യക്ഷന്മാരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇടയൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു തന്നിട്ടുണ്ട്. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് ഇടയൻ. എന്ന് വെച്ചാൽ ഒരാട് വഴുതെറ്റിപ്പോയാൽ അതിനെ തോളത്തെടുത്തി അതിനെ മടക്കി കൊണ്ടുവന്ന് അതിനെ ബാക്കി 99 നീതിമാന്മാരുടെ കൂട്ടത്തിൽ ഒരു നീതിമാനാക്കി മാറ്റുന്നവനാണ് ഇടയൻ. അല്ലാതെ നിങ്ങൾ ഈ ഒരെണ്ണം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതിനെ പറഞ്ഞ് അങ്ങനെ അഴിച്ചു വിട്ടിട്ട് നിങ്ങൾ ഞങ്ങൾ ഭയങ്കര വിശുദ്ധന്മാരുടെ കൂട്ടമാണെന്ന് പറയുന്നവനല്ല ഇടയൻ. ആ ഇടയൻ എന്ന് പറയുന്നത് ഒരെണ്ണം തെറ്റിപ്പോയെങ്കിൽ അതിനെ മടക്കി കൊണ്ടുവന്ന് അതിനെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനായിരിക്കണം ഇടയൻ. അതെങ്ങനെയാണ് പറ്റുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനായി അത് നടക്കത്തുള്ളൂ. അവനെ ഒരു യഥാർത്ഥ ഇടയനാകുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ അടിയും ഒക്കെ നടക്കുന്ന ആ വിശ്വാസികളെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ പാസ്റ്ററിലുള്ള അതേ സ്പിരിറ്റ് അവിടെ വ്യാപരിക്കുന്നത്, വേറെ ഒരു സംശയവും ഇല്ല കേട്ടോ. ആ പാസ്റ്ററിലുള്ള അതേ സ്പിരിറ്റ് ആ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നത്. കാരണം ഒരൊറ്റ ഓർമ്മയില്ല, ആ കുഞ്ഞുങ്ങൾ ഒഴികെ വേറെ ഒറ്റ ഓർമ്മയില്ല. പിന്നെ 1-2 ആൾക്കാർ സമാധാനത്തിന് വേണ്ടി പിടിച്ചോണ്ട് വന്ന് അടിക്കാൻ നിൽക്കുന്നത് കണ്ടില്ല. ബാക്കിയുള്ളതിൻ്റെ ദേഹത്ത് മുഴുവൻ ഭൂതമാണ്. എവിടുന്നാണ് വന്നത്? പാസ്റ്ററിൻ്റെ കൈവെപ്പിലൂടെ കിട്ടിയതാ, ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് ആ പുള്ളിയോട്, ആ പാസ്റ്ററായിട്ട് നിൽക്കുന്ന വ്യക്തിയോട് പറയാനുള്ളത്, നിങ്ങൾ പാസ്റ്ററായിട്ടിരിക്കാൻ ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല, നിങ്ങൾ ഇറങ്ങിപ്പോ, ആ പ്രസ്ഥാനം അടച്ചു പൂട്ട്, എന്നിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് മാനസാന്തരപ്പെടും. ഏതെങ്കിലും ദൈവകൃപയുള്ള അഭിഷിക്തന്മാരുടെ കീഴിൽ പോയിരുന്ന സാധാരണ വിശ്വാസിയെ പോലെ ആരാധിക്കും. പാസ്റ്റർ എന്ന് പറയുന്ന പേരും പറഞ്ഞുകൊണ്ട് നടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അടി കഴിഞ്ഞിട്ട് വെട്ട് നടന്നൊരു ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനം. ഇവരാണ് കർത്താവ് വന്നിട്ട് സ്വർഗത്തിലോട്ട് പോകാൻ നിൽക്കുന്നത്. ഇനി അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് അവസാനമായി അടി നടന്നത് എന്ന് വെച്ചാൽ എവിടെയോ പ്രാർത്ഥന വെക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഈ അടിയുടെ സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപേ അവിടെ നടന്നു, വചന ശുശ്രൂഷയും നടന്നു. എന്തോ ഭാഗ്യത്തിന് കർത്തൃമേശ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, കർത്തൃമേശയെ കണ്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ചിട്ടും കൂടി ഇവന്മാരെടുത്ത് അടിച്ചേനെ. കാരണം അമ്മാതിരി അടി അവിടെ കിടന്ന് നടത്തിയത്. ഓക്കെ, ഒന്നിനും ആരോഗ്യമില്ല, അത് വേറെ വിഷയം. എന്താ പറയുക, ആരോഗ്യം ക്ഷയിച്ചതും എന്താ പറയുക, ഓവർ തടി കാരണം എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമില്ലാത്തവരും ഒക്കെയാണ്. ഒരു സ്ത്രീ ഒരു 10, 40, 45, 50 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഒരു തലനിറച്ച അമ്മച്ചീനെ പിടിച്ചിട്ട് തലക്കെട്ടൊക്കെ കൊടുത്തത്. ഇവിടെയൊക്കെ ചുമ്മാ അല്ല, ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. എന്താണെന്നറിയാമോ, എങ്ങനെയാണ് പെണ്ണുങ്ങൾക്കൊക്കെ ഒരു അമ്മച്ചിയുടെ തലക്കെട്ടൊക്കെ അടിക്കാൻ തോന്നുന്നത്? അപ്പോൾ അവളിലൊക്കെ എന്ത് വലിയ പിശാചായിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ അമ്മച്ചിയുടെ തലക്കെട്ട് പിടിച്ചിട്ട് കൊടുക്കുക, അവസാനം അമ്മച്ചിക്ക് എത്തിത്തന്നെ വരാതെ ബൈബിൾ വെച്ചിട്ട് അടിക്കുക. ഇത് തന്നെ അവസ്ഥ. എന്താ കാരണം എന്നറിയാമോ? വചനം പഠിപ്പിക്കണം. ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് മാനസാന്തരം വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നല്ലപോലെ വചനവുമില്ല, വചനം പഠിപ്പീരുമില്ല, വിശ്വാസിയോട്ട് വചനം വായിക്കുന്നുമില്ല. അതുകൊണ്ട് അവിടെ അടി നടന്നത്. നമ്മുടെ IPC കുമ്മനാടും ഇത് തന്നെയാണ്. വല്ലവരും പറയുന്നത് ഇങ്ങനെ കടന്നോട് പ്രസംഗിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ അടി കൂടുന്നവന്മാരുടെയൊക്കെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനമൊന്നും അല്ല ഇവന്മാർ പറയുന്നത്, ചുമ്മാ രാഷ്ട്രീയ പ്രസംഗം കാറി പൂവി നടത്തുന്നത്. വചനം പറഞ്ഞാൽ ഒരെണ്ണത്തിനെങ്കിലും മാനസാന്തരം വരും. ദൈവത്തിൻ്റെ വചനത്തിനെ മാനസാന്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. മാനസാന്തരം ഇല്ല എങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് ഓടി നടക്കുക ബന്ധപുസ്തകാർ. എങ്ങോട്ടെന്നറിയാമോ? അയ്യോ, ആൾക്കാരെ കൂട്ടാൻ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തോട്ട് ആൾക്കാരെ കൂട്ടണം. എന്തിനാ? മാനസാന്തരം ഇല്ലാത്തതിനെ വഴിയെ കൂടെ പോകുന്നതിനെ എല്ലാം വിളിച്ചു കയറ്റും. അങ്ങനെ കയറ്റാനുള്ള ഇടമല്ല.
നമ്മൾ ഒരാളെ സ്നാനപ്പെടുത്തുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു മിനിമം ഒരു 3 മാസമെങ്കിലും അവനെ വചനം പഠിപ്പിക്കണം. അവന് പറഞ്ഞു കൊടുക്കണം എന്താണ് യേശുക്രിസ്തു, യേശുക്രിസ്തു ആരാണ്, ദൈവത്തിൻ്റെ വചനം എന്താണ്, ദൈവരാജ്യം എന്താണ്, നിത്യത എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ നയിച്ചിട്ട് വേണം കൊണ്ടുപോയി എങ്ങോട്ട് മുക്കാൻ, സ്നാനക്കുളത്തിൽ കൊണ്ടുപോയി മുക്കാൻ. ഇത് അങ്ങനെയല്ല. ഇത് 31st ആവണ്ടേ. നമ്മുടെ എന്താ പറയുക, നിങ്ങൾ ഇതൊന്നും ആഘോഷിക്കരുത് എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആണ്ടുകളും എന്താ പറയുക അമാവാസിയും ഇതുപോലെയുള്ളതൊന്നും എന്താ പറയുക ആഘോഷിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. പക്ഷേ ഇന്ന് എല്ലായിടത്തും എല്ലാ പെന്തക്കോസ്ത് സഭകളിലും സ്തോത്ര പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് അവസാനം വെച്ചേക്കുക. ഡിസംബർ 31 വെച്ചേക്കുക. തിന്നും കുടിച്ചും പിന്നെ ഇല്ലാത്ത നുണസാക്ഷിയോ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അതിനകത്ത് പാസ്റ്ററിനും പറയണം, എന്ത് പറയണം, ഞാൻ ഇത്രയും പേരെ സ്നാനപ്പെടുത്തി, കൊള്ളാകുന്ന എത്ര എണ്ണത്തിനെ സ്നാനപ്പെടുത്തി, എത്ര എണ്ണത്തിന് സ്വർഗരാജ്യത്തിന് യോഗ്യനാക്കി തീർത്തിട്ടുണ്ട്. അതാ റിസൾട്ട്. ഇതല്ല കുറേ എണ്ണത്തിനെ മുക്കിപ്പൊക്കി ഇതിനൊക്കെ മനസ്സാന്തരം വന്നോ? ഇല്ല. കാരണം ഇതൊക്കെ പഴയ പരിപാടി പിന്നെയും ചെയ്യുന്നേ. ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ 1ാമത്തെ ദിവസം തന്നെ ഒന്നും ആരും വിശുദ്ധരാകത്തില്ല. നമ്മുടെ ആ പഴയ സ്വഭാവങ്ങളൊക്കെ വചനം കേട്ട് അതൊക്കെ മാറ്റി അല്ലേ, നമ്മുടെ അനുനിമിഷം എന്താണ്, ഒരു പുതുക്കമുള്ള സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ രൂപപ്പെടും. അത് പെട്ടെന്നല്ല, കുറച്ച് പ്രോസസ്സിങ്ങാണ്. കുറച്ച് മുൻപോട്ട് പോയിട്ടാ. ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവൻ പോകുന്ന സഭയിലെ പാസ്റ്ററിൽ എന്തുണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. 2ാമത് ആ പാസ്റ്ററിന് വചനം അറിയണം. 3ാമത് വിവരം ഉണ്ടാകണം. 4ാമത് വിദ്യാഭ്യാസം ഉണ്ടാകണം. വിദ്യാഭ്യാസം പോട്ടപ്പോൾ ദൈവം ജ്ഞാനം കൊടുക്കും. വിവരമുണ്ടാകണം, ജ്ഞാനമുണ്ടാകണം. എങ്കിലേ അത് ദൈവത്തിൻ്റെ വചനം വേണ്ടുന്നത് പോലെ പഠിപ്പിക്കാനും അതിൻ്റെ ഒരു പരിജ്ഞാനത്തോടെ പഠിപ്പിക്കാനും ഒക്കെ ആർക്ക് കഴിയത്തുള്ളൂ? ദൈവദാസന്മാർക്ക് കഴിയത്തുള്ളൂ കേട്ടോ. ഇതൊന്നുമില്ലാതെ ചുമ്മാ ഒന്ന് സഭ നടത്തുക. ഇപ്പം നമ്മൾക്കറിയാം ന്യൂ ജനറേഷൻ സഭകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവന്മാരുടെ അടുത്ത് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് അങ്ങനെ അടിയൊന്നും അവിടെ നടക്കില്ല. കാരണം എന്നാണെന്നറിയാം, ഇവർക്ക് ഗുണ്ടകളുണ്ട്. അതുകൊണ്ട് അവിടെ അടിയൊന്നും നടക്കില്ല. അടി നടത്താനായിട്ടൊന്നും അങ്ങോട്ട് പോകരുത്. അവിടെ അടി നടക്കില്ല, അവർക്ക് ഗുണ്ടകളുണ്ട്. വീട്ടിൽ കയറി വന്നിട്ട് അടിക്കും. അതുകൊണ്ട് അവിടെ എന്താണ്, അവിടെ അടിയില്ല. പകരം ആൾക്കാർ മനസ്സിലാക്കി കഴിയുമ്പോൾ ആൾക്കാർ വിട്ടുപോയിക്കോളും. അതാ അതിനകത്ത് നടത്തുന്നത്. പിന്നെ കുറേ എണ്ണത്തിനെയൊക്കെ ഇപ്പോൾ ന്യൂ ജനറേഷനിൽ കുറേ എണ്ണത്തിനെയൊക്കെ ദൈവം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കുറച്ചെണ്ണങ്ങളും കൂടെ കാരണം പുതുവിശ്വാസികളൊക്കെ അങ്ങോട്ടാണ് വരുന്നത്. ഇവന്മാരുടെയൊക്കെ കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് കുറച്ചൊരു ഇതൊന്നും ആയി കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരേതെങ്കിലും നല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ഇവരേതെങ്കിലും നല്ല സഭകൾ തേടിപ്പോക്കോളും. അല്ലാത്തതൊക്കെ അവിടെ തന്നെ പിടിച്ച് നിന്നോളും. കാരണം എന്താണെന്നറിയുമോ, മത്തായിയുടെ സുവിശേഷം 13ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു വളരെ മനോഹരമായി അവിടെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഞാൻ പറയാം. ഒന്നെന്താണെന്നറിയുമോ, ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ എന്താ പറയുക കടലിലേക്ക് എറിയുന്ന വല പോലെയാണ്. എന്ന് വെച്ചാൽ വലയ്ക്കകത്ത് എല്ലാ തരം മീനുകളും വന്ന് അടിയും, ചപ്പും ചവറും എല്ലാം വന്നടിയും. അപ്പോൾ ഈ വലക്കാരൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അതിനെ നല്ല പാത്രത്തിലേക്ക് നല്ല മീനിനെ ശേഖരിക്കും. എന്നിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ പൊട്ടും പൊടിയും പേട് പിടിച്ചതിനെയൊക്കെ എന്ത് ചെയ്യും? എറിഞ്ഞു കളയും. ഇതാണ് ലോകാവസാനത്തിൽ സംഭവിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. നല്ലതിനെയൊക്കെ എടുക്കും, ബാക്കിയുള്ളതിനെയൊക്കെ എറിഞ്ഞു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇന്ന് പെന്തക്കോസ്തിനകത്തോട്ട് വന്നതോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഗോളത്തിനകത്തോട്ട് വന്നിരിക്കുന്ന കൈയടിക്കുന്ന എല്ലാ സ്വർഗത്തിൽ പോകുന്ന ആരും വിചാരിക്കരുത്. അതിനകത്ത് വളരെ ചുരുക്കം ആൾക്കാർ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽപ്പെട്ടവർ മാത്രമേ എങ്ങോട്ട് പോകത്തുള്ളൂ? സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ. ബാക്കി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു നിത്യത്തിലേക്ക് എടുക്കപ്പെടത്തുള്ളൂ. ബാക്കിയുള്ളതിനെ മുഴുവൻ എറിഞ്ഞു കളയും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ എറിഞ്ഞു കളയുന്നവരുടെ കൂട്ടത്തിലാണോ നിത്യത്തിലേക്ക് എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെടുവോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. പെന്തക്കോസ്ത് ആരാധിക്കുവാൻ വന്നതാ, ഞായറാഴ്ച ആരാധിക്കാൻ വന്നത്. അവിടെ എന്താണ്? അവിടെ അടി നടന്നിട്ട് അതിനുശേഷം വെട്ട് നടന്നിരിക്കുകയാണ്. വെട്ടിൻ്റെ ചരിത്രം എവിടെയും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്നാൽ ഇവിടെ വെട്ട് നടന്നു. എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് സഭയിലോട്ട് ഇനി കടന്നുകൂടാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം കടന്നുകൂടി എന്ന് ചുരുക്കം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഇനി കുറേ പേര് വന്ന് പറയും ഇതെന്തിനാ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് പറയുന്നതെന്ന്. പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനത്തെ സഭകളിലൊന്നും ഒരിക്കലും ചെന്ന് പെടരുത്. കാരണം നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സഭയ്ക്കകത്തൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആ സ്പിരിറ്റ് നമ്മളിലേക്ക് വ്യാപരിക്കും. അതുകൊണ്ട് നമ്മൾ ചെന്ന് തല വെച്ച് കൊടുക്കാതെ ഇരിക്കാനാണ് പറയുന്നത്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ആ വീഡിയോ ഇട്ട വ്യക്തിയുടെ വീഡിയോ എടുത്ത് ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് കമൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്,
ഇത് വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടമാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിനകത്ത് എല്ലാ മതത്തിനകത്തും എല്ലാ വിശ്വാസ സമൂഹത്തിനകത്തും എന്തുണ്ട്? നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുകൊണ്ട് പെന്തക്കോസ്തിനകത്തോ ക്രിസ്ത്യാനിക്കകത്തോ ഉള്ളതെല്ലാം വിശുദ്ധന്മാരാണെന്ന് ആരും കണക്ക് കൂട്ടരുത്. എല്ലാത്തിനകത്തും നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ഇനി നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ ചരിത്രം എടുത്താലോ അവിടെയുമുണ്ട് അടിയും ഇടിയും, അല്ലേ? കുർബാനയുടെ പേരിൽ അടി നടത്തുന്നവരൊക്കെ എല്ലാത്തിനകത്തും ഉണ്ട്. അതുകൊണ്ട് ആരും പരിശുദ്ധരൊന്നും അല്ല, എല്ലാത്തിനകത്തും അടി നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വചനം വായിക്കുക, വചനം വായിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കും ഇന്ന് കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ ഇന്ന് അടിപൊളിയായിട്ട് രാഷ്ട്രീയക്കാരെ കഴിഞ്ഞ് അപ്പുറമായിട്ട് വചനമല്ല കൺവെൻഷൻ പ്രാസംഗികരുണ്ട്. അവർ ലോകസംഭവങ്ങളെയൊക്കെ വളച്ചുകൂട്ടി പറയുന്നതുണ്ട്. അതൊന്നുമല്ല, അതൊക്കെ നമ്മളെ കുറച്ച് നേരത്തേനൊന്ന് പിടിച്ചിരുത്തും. അതല്ല, നമ്മൾക്കൊരു ജീവകാലം മുഴുവൻ നിൽക്കുന്ന ഒരു മാനസാന്തരം നമ്മൾക്ക് വരുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. നമ്മൾ തന്നെ വിശുദ്ധ ബൈബിളിരുന്ന് വായിക്കണം, വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 വീഡിയോ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അല്ലേ? എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്? വചനം വായിക്കുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ, എനിക്കൊന്ന് വചനം പഠിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ വചനം വായിക്കാനിരിക്കണം. അപ്പോൾ വായിക്കാനിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരും. അതുകൊണ്ടാണ് ഇന്ന് എന്താണെന്നറിയാമോ? ഇന്ന് മിക്ക സഭകളിലും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ പ്രസംഗിക്കുന്നില്ല. ഇന്ന് മിക്ക സഭകളിലും ഒന്നെങ്കിൽ ലേഖനങ്ങൾ പറയും. ലേഖനങ്ങളും വേണം നമ്മൾക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് മുഴുവൻ പഴയ നിയമം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പഴയ നിയമം വേണ്ട എന്നല്ല, പഴയ നിയമവും വേണം, സുവിശേഷങ്ങളും വേണം, ലേഖനങ്ങളും വേണം, വെളിപ്പാട് പുസ്തകവും വേണം, എല്ലാം വേണം. എല്ലാം ഒരു സഭയ്ക്കകത്ത് പ്രസംഗിക്കപ്പെടണം. എങ്കിൽ മാത്രമേ എന്താണ് വിശ്വാസികൾക്ക് ദൈവം ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത് വിശ്വാസിയുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒക്കെ മാറ്റി വെച്ചുക. കാരണം എന്താണെന്നറിയാമോ? അതിനകത്ത് യോഹന്നാൻ അതൊക്കെ മാറ്റി വെച്ചേക്കുക. കാരണം അതിനകത്ത് എന്താണെന്നറിയാമോ? അതിനകത്ത് ദൈവം പറഞ്ഞിരിക്കുക, നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുക, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകി, ഇതൊക്കെ പറഞ്ഞു വെച്ചേക്കുക. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. ആരാണ് നിന്റെ അയൽക്കാരൻ, ആരാണ് നിന്റെ സഹോദരൻ, ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. ഇതൊന്നും നമ്മൾക്ക് താല്പര്യമില്ല. പ്രസംഗിക്കുന്നവനും പ്രസംഗിക്കാനും താല്പര്യമില്ല, കേൾക്കുന്നവർക്ക് കേൾക്കാനും താല്പര്യമില്ല. കാരണം അതൊക്കെ എന്താണ്? അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വചനം വായിക്കണം കേട്ടോ. വചനം വായിച്ചാൽ മാത്രമേ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്ത് നടക്കത്തുള്ളൂ? മാനസാന്തരം നടക്കത്തുള്ളൂ, വിടുതൽ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വചനത്തിന് മുൻപിൽ ഇരിക്കുക. ഇനി രണ്ടാമത്തത്, സഭകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സഭകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സഭകൾ തിരഞ്ഞെടുക്കാവുള്ളൂ. വെള്ളയടിച്ചതും കൈ കൊട്ടുന്നതും അന്യഭാഷ പറയുന്നതും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിലല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയാം. കാരണം പിശാച് ഇത് വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനി എന്താണ്? ശുശ്രൂഷകന്മാരെ എങ്ങനെയാണ് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? അവരിലുള്ള ഫ്രൂട്ട്സ്, അല്ലേ? അത് നോക്കിയിട്ട് അവരെ നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ പാസ്റ്ററെ അല്ലെങ്കിൽ അച്ഛ, നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇത് തിരുത്തണം എന്ന് പറയുമ്പോൾ ഒട്ടനെ അടുത്ത സൺഡേ തൊട്ട് കുത്തുപ്രസംഗം നടത്തി ആ പറയുന്നവനെ, എന്ന് വെച്ചാൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചവൻ ആ സഭയെ ഓടി പോകുന്നിടം വരെ കുത്തുപ്രസംഗം നടത്തുന്നവനിൽ എന്താ വ്യാപരിക്കുന്നത്? അവനിലുള്ളത് ദുരാത്മാവാ, അവനിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് എന്താ പറയുക, ഒരു വിശ്വാസിനെ അവൻ ഏതുമാകട്ടെ, കാരണം ഒരു സഭ എന്ന് പറയുന്നത്, അല്ലെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാ തരം വരും, അല്ലെ, എല്ലാ തരത്തിലുള്ളതും വന്നു കയറും. അതിനെ അപ്പോൾ തന്നെ എടുത്ത് ദൂരോട്ട് കളയുന്നതല്ല, അതിന് മാനസാന്തരത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കണം, അതിനെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. നിന്റെ നല്ല നടപ്പ് കണ്ടിട്ട് എന്താണ്? ശുശ്രൂഷകന്റെ നല്ല നടപ്പ് കണ്ടിട്ട് വിശ്വാസികളിൽ മാനസാന്തരം ഉണ്ടാകണം. അങ്ങനെയുള്ള സഭകൾ തിരഞ്ഞെടുക്കുക, അങ്ങനെയുള്ള സഭകളിലേക്ക് പോവുക. ഇനി അടുത്തത് ഒരു കൂട്ടരോട്ട് ആദ്യം നല്ല കൃപയിലാണ് നിന്നത്, പിന്നെ എങ്ങോട്ടാ? പിന്നെ ഒന്ന് ദൈവം ഒന്ന് ഉയർത്തി കേട്ടോ. ദൈവം നല്ല ഒരു പേരൊക്കെ അങ്ങ് കൊടുത്തു, യൂട്യൂബിലൊക്കെ വൈറലായി. അപ്പോൾ എന്താണ്? അപ്പോൾ പിന്നെ ദൈവത്തെ അങ്ങ് പുറകോട്ട് മാറ്റി നിർത്തും. എന്നിട്ട് ഇവർ വീണ്ടും കൃപയുണ്ടെന്നുള്ള രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടരുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഇവർ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പുതിയ മെസ്സേജുകളൊന്നുമില്ല, എല്ലാം പഴയത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അടുത്തത് എന്താണ്? പുരുഷന്മാരാണെങ്കിൽ എന്താണെന്നറിയാമോ? അവർ ഭയങ്കര ഞങ്ങളെ എന്ന് വെച്ചാൽ തങ്ങളെ തന്നെ ഒന്ന് അലങ്കരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ അതുവരെ ഇല്ലാത്ത വലിയ ന്യൂ ഉടുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരും.
ന്യൂ ഉടുപ്പുകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതുവരെ സാധാരണ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഇട്ടാലും അവൻ പ്രസംഗിക്കും, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കും. പക്ഷേ ഈ വീഴാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് തെന്നിമാറുന്നതിൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? ഇവനെ തന്നെ ഒന്ന് അലങ്കരിക്കുവാനും ഇവനെ തന്നെ ഒന്ന് പൊക്കിയടിക്കുവാനും ഒക്കെ ആയിട്ട് എന്ത് തുടങ്ങും? അങ്ങ് തുടങ്ങും. അത് ആദ്യത്തെ പടിയാണ് കേട്ടോ. അതുപോലെ സ്ത്രീകളാണെങ്കിലോ സ്വയം അലങ്കരിക്കുവാനായിട്ട് തയ്യാറാകും. മുടിയൊക്കെ അങ്ങ് മുൻപോട്ടിട്ട് തുടങ്ങും. ഇച്ചിരി ഒന്ന് ആദ്യം അധികം ആർക്കും മനസ്സിലാകത്തില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ഒന്ന് പുരികമൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യുവാനൊക്കെ തുടങ്ങും. വിശ്വാസിയുടെ കാര്യമല്ല പറഞ്ഞു, ശുശ്രൂഷക്കാരൻ്റെ കാര്യം പറഞ്ഞു. കൃപയിൽ നിന്നവൻ്റെ വീഴ്ചയുടെ തുടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ മുടിയൊക്കെ മുൻപോട്ടിടുന്നത് അതൊക്കെ സർവ്വസാധാരണമല്ല, അതൊക്കെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ നടത്തുന്നതല്ലേ? അല്ല. ആ മുടി മുൻപോട്ടിടുന്നതിനെ ഞാൻ ഇപ്പോഴും എതിർക്കാനുള്ള കാരണം എന്താണെന്നറിയുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു വശീകരണത്തിൻ്റെ സ്പിരിറ്റുണ്ട്. അതൊരു സ്പിരിറ്റാണ്. അതാരും തിരിച്ചറിയത്തില്ല. നമ്മൾ പറയുന്നത് കോമണാ. അല്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കോ, ഒരു വർഷിപ്പിനകത്തോട്ട് നല്ല രീതിയിൽ പോയ ഒരു വർഷിപ്പിനകത്തോട്ട് ഈ മുടി മുമ്പോട്ടിടുകയും ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്ന ഒരെണ്ണത്തിനെ കയറ്റി നിർത്തി നോക്കുകയും ആ വർഷിപ്പിൻ്റെ ലെവൽ മാറും. അതുവരെ കൃപയിൽ നിന്നതിൻ്റെ ലെവൽ താഴോട്ട് മാറും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇത് പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ ഒന്ന് അലങ്കരിക്കാനും നമ്മളൊന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കുന്നതിന് പകരം നമ്മളുടെ നാമമഹത്വം എടുക്കാനുള്ള ഒരു ത്വരയൊക്കെ നമ്മളുടെ ഉള്ളിലോട്ട് വന്നു തുടങ്ങിയാൽ ഓർത്തോണം, ദൈവത്തിൻ്റെ ആ ഒരു കൃപയിൽ നിന്ന് ഞാൻ പതുക്കെ വീണ് തുടങ്ങിയെന്ന് ഓർത്തിട്ട് നമ്മൾ എങ്ങോട്ട് മടങ്ങി വന്നോണം? ദൈവത്തിൻ്റെ വചനത്തിനകത്തോട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആ ഒരു ആദ്യത്തെ രീതി ഉണ്ടല്ലോ, അതിനകത്തോട്ട് മടങ്ങി വന്നോണം. ഇത്രയൊക്കെ പറയാനേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. കാരണം എന്താണെന്ന് ആരെങ്കിലും പറയണ്ടേ, സത്യങ്ങളൊക്കെ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ. കാരണം ആരും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് നീങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ, ഒരു മാനസാന്തരത്തിനുള്ള സ്കോപ്പ് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വിശ്വാസിയുടെ ജീവിതം നേരായ പാതയിലാണ് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഴയതൊക്കെ അല്ലേ, നമ്മൾ ഇന്നത്തേനെ കഴിഞ്ഞ് നാളെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ലൈഫ് കുറച്ചും കൂടെ ദൈവത്തോടൊന്ന് അടുക്കണം, കുറച്ചും കൂടെ വിശുദ്ധ ജീവിതം നയിക്കണം, കുറച്ചും കൂടെ ഒന്ന് നമ്മളെ ഒന്ന് ക്രമീകരിക്കണം എന്നുള്ളൊരു മൈൻഡും ആ ഒരു സെറ്റപ്പിലോട്ട് നമ്മളുടെ മൈൻഡ് മാറുന്നുണ്ടെങ്കിൽ നീ നല്ല റൂട്ടിലാണ് പോകുന്നത്. അതല്ല വീണ്ടും വീണ്ടും ലോകത്തിൻ്റെ അതേ രീതിയിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി നിനക്ക് വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിൻ്റെ പോക്ക് ശരിയല്ല എന്ന് വെച്ചാൽ നിനക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകവും ശരിയല്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഇനി ഒന്നും പെന്തക്കോസ്തിനകത്തോട്ട് കയറാനില്ല. വെട്ടുവരെ വന്നു കഴിഞ്ഞു. അടിയും വഴക്കും മാത്രമല്ല, വെട്ട് വന്നു. പെണ്ണുങ്ങളും അടി തുടങ്ങി. ആ അമ്മച്ചിനെയൊക്കെ ഇട്ട് അടിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നിപ്പോയി. ഈ സ്ത്രീയൊക്കെ എന്ത് മാതൃകയാണ് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇവർക്കൊക്കെ പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരുടെയൊക്കെ മുൻപിൽ എന്ത് മാതൃകയാണ് ഇവർ കാണിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു കുഞ്ഞിൻ്റെ വർത്താനമാണ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചത്. അപ്പേ വാ അപ്പേ, പോകാ അപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചു കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ഭയങ്കര ഹൃദയം തകർക്കുന്ന വേദനയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ പ്രസ്ഥാനം അടച്ചു പൂട്ടുക. എന്നിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൃപയുള്ളവരുടെ കീഴിൽ പോയിരുന്നു നിങ്ങൾക്കൊരു മാനസാന്തരത്തിന് അനുഭവം വരട്ടെ. ആ പാസ്റ്ററിനോട് പറയാനുള്ളത്, നിങ്ങളെയും കൊണ്ട് നടക്കത്തില്ല. നിങ്ങളിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവായിരുന്നുവെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സഭയ്ക്കകത്ത് അത്രയും വിഷയങ്ങൾ നടക്കത്തില്ല. അത് തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.